ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ചാപ്റ്റർ 10 ആയിട്ടുള്ള ഗ്രോസ് ടോട്ടൽ ഇൻകത്തിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ കൂടി ചേരുമ്പോഴാണ് അതിൻ്റെ ആ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് ഗ്രോസ് ടോട്ടൽ ഇൻകം ആയിട്ട് മാറുന്നത്. ഒന്ന്, നമ്മൾ ആദ്യം പഠിച്ച പോലെ 5 ഹെഡിലുള്ള ഇൻകംസ് ആണ്. അതും ആഫ്റ്റർ സെറ്റ് ഓഫ് ലോസസ് ആൻഡ് അഡ്ജസ്റ്റിംഗ് ക്യാരിഡ് ഫോർവേഡ് ലോസസ്. രണ്ടാമത് ഡീംഡ് ഇൻകംസ് ആണ്. മൂന്നാമത് ഇൻകം ഓഫ് അതർ പേഴ്സൺസ് ഇൻക്ലൂഡിങ് ദ ഇൻകം ഓഫ് ദ അസസി. ഈ അസസിയുടെ ഇൻകത്തിൽ വേറെ കുറച്ച് ആളുകൾ കൂടിയിട്ട് ചേർന്നിട്ടുള്ള അവരുടെയും കൂടി ഇൻകം ഉണ്ടെങ്കിൽ, അങ്ങനെ 3 തരത്തിലാണ് ഇതിൻ്റെ അഗ്രഗേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ളത് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്. എങ്ങനെയാണ് ഒരു നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് ക്യാരി ഫോർവേഡ് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത്, നമ്മൾ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പല ഹെഡുകളിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ഇൻകം ഫ്രം സാലറിയും ഹൗസ് പ്രോപ്പർട്ടിയും ക്യാപിറ്റൽ ഗെയിനും പ്രൊഫഷനും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ എന്തുണ്ടാവും, ലോസുകൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ലോസസിനെ നമ്മൾ എങ്ങനെ ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യും. എങ്ങനെ? എഗെയിൻസ്റ്റ് ഇൻകം ഓഫ് ദ സെയിം ഇയർ. ഒരു വർഷത്തിൽ നമുക്ക് ലാഭം ഉണ്ടായിട്ടാവും, നഷ്ടം ഉണ്ടായിട്ടാവും. അപ്പോൾ ആ വർഷത്തിന് ഉണ്ടായ ആ ലാഭത്തിൽ നിന്നായിരിക്കും ആ വർഷത്തെ നഷ്ടത്തിനെ നമ്മൾ നികത്തേണ്ടത്. ദ പ്രൊവിഷൻ റിഗാർഡിംഗ് സെറ്റ് ഓഫ് ലോസസ് ആർ അണ്ടർ. എന്തൊക്കെയാണ് ഇനി അങ്ങനെ നമുക്കത് നികത്താൻ വേണ്ടി ചെയ്യേണ്ട പ്രൊവിഷൻസ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് അണ്ടർ ദ സെയിം ഹെഡ്. ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താ, ഒരേ ഹെഡിൽ തന്നെയുള്ള ലാഭത്തിൽ നിന്ന് അതേ ഹെഡിന്റെ നഷ്ടം നികത്തുക. ഓക്കെ. If the result of any assessment year in respect of any source falling under any head of income is a loss, assessee can set off such loss against the income from any other source under the same head. അപ്പോൾ ഒരേ ഹെഡിൻ്റെ താഴെ തന്നെ നമുക്ക് പല സോഴ്സിൽ നിന്ന് ഇൻകം വന്നിട്ടുണ്ടാവാം, പല ഭാഗത്തൂടെ ഇൻകം പോയിട്ടുണ്ടാവാം. ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ പറയുകയാണെങ്കിൽ, വെൻ ദർ ഈസ് എ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ബി ആൻഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എ. നമുക്കിപ്പോൾ ഹൗസ് പ്രോപ്പർട്ടി പറയുന്നത് സെയിം ഹെഡാണ് അല്ലെ, ഒരേ ഹെഡിലാണ്. അതിൽ ഒരു ഹൗസ് പ്രോപ്പർട്ടി ബിയിൽ നിന്ന് നമുക്ക് ലോസും ഉണ്ട്, എയിൽ നിന്ന് ലാഭവും ഉണ്ട്. ദ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ബി ക്യാൻ ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ദ ഇൻകം. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്തു, ഒരേ ഹെഡിന് താഴെയുള്ള ഡിഫറെൻറ്റ് സോഴ്സിൻ്റെ ലാഭത്തിൽ നിന്ന് ഡിഫറെൻ്റായി ഉണ്ടായ നഷ്ടങ്ങളെ നമ്മൾ നികത്തുകയാണ് ചെയ്യണത്. അപ്പോൾ എയുടെ ലാഭത്തിൽ നിന്ന് ബിയുടെ ലോസ് നമ്മൾ നികത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരേ ഹെഡിൽ വരുന്ന ഒരേ ഐറ്റത്തിൻ്റെ അവിടെ നിന്നുണ്ടാവുന്ന ലാഭത്തിൽ നിന്ന് തന്നെ അതേ ഹെഡിലൂടെ ഉണ്ടാവുന്ന നഷ്ടത്തിൽ നമ്മൾ നികത്തുക എന്നുള്ളതാണ് ഒരു പ്രൊവിഷൻ എന്ന് പറയുന്നത്. ഇനി അങ്ങനെ പറയുമ്പോൾ ദ ഫോളോയിങ് ആർ ദ എക്സെപ്ഷൻസ് ടു ദ എബവ് ജനറൽ റൂൾ. നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ ഒരേ ഹെഡിൽ നിന്ന് തന്നെ ചെയ്യാമെന്ന്, പക്ഷെ ചില എക്സെപ്ഷൻസ് അവിടെ പറയുന്നുണ്ട് ഈ റൂളിന്. ലോസ് ഫ്രം സ്പെക്കുലേഷൻ ബിസിനസ് ക്യാൻ ബി സെറ്റ് ഓഫ് ഓൺലി അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ഫ്രം ദ സ്പെക്കുലേഷൻ ബിസിനസ്, നോട്ട് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ഫ്രം അതർ ബിസിനസ്. ഒന്നാമത്തെ പോയിന്റ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, സ്പെക്കുലേഷൻ ബിസിനസ് ഊഹക്കച്ചവടം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ലാഭം ഉണ്ടാവാം, നഷ്ടം ഉണ്ടാവാം. അതിൽ നമ്മൾ അതിൻ്റെ ലാഭത്തിൽ നിന്ന് മാത്രമേ അതിൻ്റെ നഷ്ടത്തിനെ നികത്താവുള്ളൂ, വേറെ ഒരു ഇൻകം അതിനുവേണ്ടി യൂസ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. എന്താണ് ഈ സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ? ട്രാൻസാക്ഷൻ ഇൻ വിച്ച് കോൺട്രാക്ട് ഫോർ ദ പർച്ചേസ് ഓർ സെയിൽ ഓഫ് എനി കമോഡിറ്റി ഇൻക്ലൂഡിംഗ് സ്റ്റോക്സ് ആൻഡ് ഷെയർ ഈസ് പീരിയോഡിക്കലി ഓർ അൾട്ടിമേറ്റ്ലി സെറ്റിൽഡ് അതർവൈസ് ദാൻ ദ ആക്ച്വൽ ഡെലിവറി ഓർ ട്രാൻസ്ഫർ ദ കമോഡിറ്റി ഓർ സ്ക്രിപ്റ്റ്സ്. സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഷെയറോ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റോക്കോ അതൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുക, സെയിൽ ചെയ്യുക ബന്ധപ്പെട്ടിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ അൾട്ടിമേറ്റ്ലി അത് എന്ത് ചെയ്യും, സെറ്റിൽ ചെയ്യും. അതല്ലെങ്കിൽ എന്താണ്, ആക്ച്വൽ ഡെലിവറിയോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് കമോഡിറ്റി മുന്നേ അത് ഡെലിവറി ചെയ്യുന്നതിനെയാണ് സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ലോസ് ഓഫ് സ്പെസിഫൈഡ് ബിസിനസ്. ആദ്യത്തെ കേസിൽ സ്പെക്കുലേഷൻ്റെ, രണ്ടാമത്തെ സ്പെസിഫൈഡ് ബിസിനസ്. അത് ഒരിക്കലും അതിൻ്റെ മറ്റുള്ള ബിസിനസ് ഇൻകത്തിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. സ്പെസിഫൈഡ് ബിസിനസ്സിൻ്റെ ലോസ് മറ്റുള്ള തരത്തിലുള്ള ഇൻകത്തിൽ നിന്ന്, ബിസിനസ് ഇൻകത്തിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അടുത്തത് ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ഒരിക്കലും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ക്യാൻ ബി സെറ്റ് ഓഫ് ഓൺലി അഗെയിൻസ്റ്റ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, നോട്ട് അഗെയിൻസ്റ്റ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. ലോങ് ടേമിലേക്കുള്ള ക്യാപിറ്റൽ ലോസ് ഉണ്ടായിട്ടെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് മാത്രമേ പറ്റുള്ളൂ, ഒരിക്കലും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് പറ്റില്ല. ലോസ് ഫ്രം ആക്ടിവിറ്റി ഓഫ് ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് റേസ് ഹോഴ്സ്. ഇനി നമ്മൾ കുതിരപ്പന്തയം ചെയ്യുമ്പോൾ എന്തെങ്കിലും ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ലോസ് ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ഹോഴ്സ് റേസ് ഓൺലി,
ഹോഴ്സ് റേസ് നടത്തിയിട്ട് തന്നെ വാങ്ങിയ ലാഭം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാത്രമേ ആ ഒരു നഷ്ടം നികത്താൻ പറ്റുള്ളൂ. അല്ലാണ്ട് മറ്റൊരു ഇപ്പം നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സ്, പല സോഴ്സിൽ ഇൻകം ഉണ്ടാവും, പക്ഷെ അത് ഏതെങ്കിലും ഇൻകം വന്നല്ലേ അതിലൂടെ ഇത് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റില്ല. ഹോഴ്സ് റേസിൽ നിന്ന് വരുന്ന നഷ്ടം ഹോഴ്സ് റേസിന്റെ ലാഭത്തിൽ നിന്ന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ലോട്ടറി എടുത്തിട്ട് വല്ല ലോസ് ഉണ്ടാവുക, ക്രോസ് വേർഡ് പസിൽസ് ഒക്കെ ചെയ്യുക, ഗാംബ്ലിംഗ്, കാർഡ് ഗെയിം അതൊക്കെ ഉണ്ടെങ്കിൽ കനോട്ട് ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് എനി ഇൻകം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒക്കെ സെറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ലാഭത്തിൽ നിന്നേ പറ്റുള്ളൂ. പിന്നെ ലോസ് ഫ്രം ആൻ എക്സംപ്റ്റഡ് സോഴ്സ് ഓഫ് ഇൻകത്തിൽ നിന്നാണ് ഒരു ലോസ് ഉണ്ടായിരിക്കണമെങ്കിൽ അതൊരിക്കലും ഒരു ടാക്സബിൾ ഇൻകത്തിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ലോസ് അറൈസിങ് ഫ്രം പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റി, ഏതെങ്കിലും കമ്പനിയുടെ സെക്യൂരിറ്റി വാങ്ങുക, അത് വിൽക്കുമ്പോൾ നമുക്ക് നഷ്ടം ഉണ്ടായി, അതൊരിക്കലും നോട്ട് ടു ബി അലൗഡ് ഇൻ സർട്ടൻ കേസ് അണ്ടർ സെക്ഷൻ 94. അത് 94(7) പ്രകാരം അത് അലൗഡ് അല്ല എന്നാണ് പറയുന്നത്. ഇനി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ഇൻകം അണ്ടർ ദ അതർ ഹെഡ്. ആദ്യത്തെ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരേ ഹെഡിലുള്ള ലാഭത്തിൽ നിന്ന് അതേ ഹെഡിലത്തെ നഷ്ടത്തിന് നികത്തുകയല്ല. ഇനി ചില കേസിൽ ചില നഷ്ടങ്ങളെ നമുക്ക് മറ്റുള്ള ഹെഡിൽ നിന്നും നികത്താം എന്നുള്ളതാണ് പറയുന്നത്. ഇഫ് ദർ ഈസ് എ ലോസ് അണ്ടർ സം ഹെഡ്, ഏതെങ്കിലും ഒരു ഹെഡിൽ ലോസ് സംഭവിച്ചാൽ ഈവൺ ആഫ്റ്റർ സെറ്റിംഗ് ഓഫ് ലോസ് അണ്ടർ ദ സെയിം ഹെഡ്, ആ ഒരു ഹെഡ് ഉപയോഗിച്ച് തന്നെ നമ്മൾ ആ ലോസ് നികത്തി, കുറച്ചും കൂടി ബാക്കിയുണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യും, മറ്റുള്ള ഏതെങ്കിലും ഇൻകം യൂസ് ചെയ്തുകൊണ്ട് നികത്തും. അത് ഏതൊക്കെയാണ്, അങ്ങനെയാണെങ്കിൽ അതിന് എന്തൊക്കെ എക്സെപ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ സ്പെക്കുലേഷൻ ലോസ് നമ്മൾ നേരത്തെ പറഞ്ഞു ക്യാൻ ബി സെറ്റ് ഓഫ് ഓൺലി അഗെയിൻസ്റ്റ് സ്പെക്കുലേഷൻ പ്രോഫിറ്റ്. സ്പെക്കുലേഷൻ പ്രോഫിറ്റ് മാത്രമേ സ്പെക്കുലേഷൻ ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ലോസ് ഫ്രം ബിസിനസ്സോ പ്രൊഫഷനോ ഒക്കെ ഉണ്ടെങ്കിൽ സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് എനി ഇൻകം അണ്ടർ അതർ ഹെഡ്സ് എക്സെപ്റ്റ് സാലറി. സാലറി ഒഴികെ ബാക്കി ഏതെങ്കിലും ഹെഡിൽ നമുക്ക് ലാഭം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ബിസിനസ് ഓർ പ്രൊഫഷൻ്റെ ലോസിനെ നികത്താം. അടുത്തത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് സെറ്റ് ചെയ്യേണ്ടത് ഇവിടെ നിന്നാണ്. ലോസ് സെറ്റ് ഓഫ് ചെയ്യേണ്ടത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും ആൻഡ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് നോട്ട് എഗെയിൻസ്റ്റ് ഇൻകം അണ്ടർ അതർ ഹെഡ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് മാത്രമേ പറ്റുള്ളൂ, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിന് പറ്റില്ല എന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞ ഷോർട്ട് ടേമിൽ വരുന്നൊരു ക്യാപിറ്റൽ ലോസ് സെറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനൊന്നും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും പറ്റും, അല്ലാണ്ട് വേറൊരു ഹെഡ് ലൈൻക്കും അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യരുത് എന്നുള്ളതാണ് പറയുന്നത്. ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് സെറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് മാത്രമേ പറ്റുള്ളൂ, അത് ശ്രദ്ധിക്കാം. ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് മാത്രം, പക്ഷെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് നമുക്ക് ഇത് രണ്ടെന്നും നമുക്ക് ചെയ്യാവുന്നതാണ് പ്രത്യേകത. ലോസ് ഫ്രം ആക്ടിവിറ്റി ഓഫ് ഓണിങ് ആൻഡ് മെയിൻറ്റനിങ് ഹോഴ്സ് റേസ് ക്യാൻ ബി സെറ്റ് ഓഫ് ഓൺലി എഗെയിൻസ്റ്റ് എച്ചിങ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണല്ലോ. ഹോഴ്സ് റേസിന് വരുന്ന ഹോഴ്സ് റേസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് മാത്രമേ ആ നഷ്ടം നികത്താൻ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ലോസ് ഓഫ് ലോട്ടറി, ക്രോസ് വേർഡ് പസിൽ, ഗാംബ്ലിംഗ്, ബെറ്റിംഗ് കനോട്ട് ബി സെറ്റ് ഓഫ്. ഇതൊന്നും ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ലോസ് ഓഫ് സ്പെസിഫൈഡ് ബിസിനസ് ഓഫ്, അത് സെറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ പ്രോഫിറ്റ് ഓഫ് സ്പെസിഫൈഡ് ബിസിനസ് തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. സ്പെഷ്യലായിട്ട് പറയുന്ന കേസസ് ആണ്. അപ്പോൾ അതിൻ്റെ ലാഭത്തിനെ അതിൻ്റെ നഷ്ടത്തിനെ നികത്താൻ പറ്റുള്ളൂ എന്ന് ഓർത്ത് വയ്ക്കുക കോമൺ ആയിട്ട്. സെറ്റ് ഓഫ് ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിലോ, വെദർ സെൽഫ് ഓക്യുപ്പൈഡ് ആയാലും അല്ലെങ്കിലും ഇൻ എ ഇയർ ഈസ് റെസ്ട്രിക്റ്റഡ് ടു ₹2 lakh ടു ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് എനി അതർ ഇൻകം. ഇനി എന്തെങ്കിലും ഹൗസ് പ്രോപ്പർട്ടിന്ന് നമുക്ക് വല്ല നഷ്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സെറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ റെസ്ട്രിക്റ്റഡ് ടു ₹2 lakh ടു ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് എനി അതർ, 2 ലക്ഷം രൂപ വരെയും നമുക്ക് മറ്റേതെങ്കിലും ഇൻകത്തിൽ നിന്നൊക്കെ സെറ്റ് ഓഫ് ചെയ്യാം. ഹൗസ് പ്രോപ്പർട്ടി ലോസ് 2 ലക്ഷത്തിലധികം ആണെങ്കിൽ കനോട്ട് ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് അതർ ഹെഡ്സ് ഓഫ് ഇൻകം. 2 ലക്ഷം വരെയുള്ളതൊക്കെ നമുക്ക് വേണമെങ്കിൽ മറ്റുള്ള ഇൻകത്തിൽ നിന്നൊക്കെ എടുത്ത് സെറ്റ് ഓഫ് ചെയ്യാം. 2 ലക്ഷം എമൗണ്ടിൽ കൂടുതലാണ് ഹൗസ് പ്രോപ്പർട്ടി ലോസ് എങ്കിൽ മറ്റുള്ള സോഴ്സിൽ നിന്ന് അല്ലെങ്കിൽ ഹെഡ്സിൽ നിന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു സെറ്റ് ഓഫ് ലോസസ് ഡ്യൂറിങ് ദ സെയിം അസസ്മെന്റ് ഇയർ ഇൻ വിച്ച് ദേ ആർ ഒക്കേർഡ്, ഏത് വർഷത്തിലാണോ നമുക്ക് ഈ നഷ്ടമുണ്ടായത് ആ വർഷത്തിൽ തന്നെ സെയിം ഹെഡിലുള്ള ലാഭത്തിൽ നിന്നോ ചില കേസിൽ മറ്റുള്ള ഹെഡിൽ നിന്നൊക്കെ നമുക്ക് നികത്താം എന്ന് പറഞ്ഞു. ഇറ്റ് ക്യാൻ ബി ക്യാരീഡ്. ഇനി ചിലപ്പോൾ അത് പറ്റിയിട്ടില്ലെങ്കിൽ, അതിലും നിന്നിട്ടില്ലെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം, വരുന്ന വർഷങ്ങളിലേക്ക് അത് ക്യാരി ഫോർവേഡ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മളിവിടെ എടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിനെ കുറിച്ചാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സെറ്റ് ഓഫും ക്യാരി ഫോർവേഡും. സെറ്റ് ഓഫ് സെയിം ഹെഡ് എന്ന് എന്തൊക്കെ സെറ്റ് ഓഫ് ചെയ്യാം,
സെയിം ഹെഡ് അല്ലാതെ മറ്റുള്ള ഹെഡിൽ നിന്ന് എന്തൊക്കെ സെറ്റ് ഓഫ് ചെയ്യാം. പിന്നെ സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ഇൻകം അതർ ഹെഡും ഉണ്ട്, സെയിം ഹെഡും ഉണ്ട്. അതാണ് മെയിനായിട്ട് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ 2 കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്ലിയർ ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കത് വളരെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്